ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വാച്ച് സ്റ്റോറീസിലത്തെ ടോപ്പിക് ഇന്ത്യക്കാരൻ്റെ ഒരു സ്വിസ് മെയ്ഡ് വാച്ച് കമ്പനീനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയവും, ഇന്ത്യക്കാരനും ഒരു സ്വിസ് മെയ്ഡ് വാച്ച് കമ്പനി ഉണ്ടോ? അതായത് സ്വിറ്റ്സർലൻഡിൽ വാച്ച് കമ്പനി ഉണ്ടോ? ഉണ്ട്. അതാരെന്ന് ചോദിച്ചാൽ ഒന്ന് ഊഹിക്കാവുന്നതാണ് എല്ലാവർക്കും. ഈ പറഞ്ഞ മാതിരി ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമെന്ന് പറഞ്ഞ പോലെ അവിടെ പോയി ഒരു സ്വിസ് കമ്പനിയൊക്കെ വാങ്ങണമെങ്കിൽ അതിന് കഴിവുള്ള ആൾ വേണ്ടേ? നമ്മുടെ ജാഗുർ ആൻഡ് ലാൻഡ് റോവർ വാങ്ങിയ ടാറ്റ ഗ്രൂപ്പ് തന്നെ, ടാറ്റ ഗ്രൂപ്പിൻ്റെ ടൈറ്റാനാണ് അവിടെ പോയിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കമ്പനികളിൽ രണ്ടാമത്തതായ ഫാബർ ലുവേന് വാങ്ങിയാണ്. ഒന്നാമത്തത് ബ്ലാങ്കോയാണ് 1735 സ്ഥാപിച്ചത്. ഇത് 1737 സ്ഥാപിച്ചത്. അതായത് ഒരു 250 വർഷം മുമ്പ്. ഈ പഴക്കത്തിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവണമെങ്കിൽ കുറച്ച് റെഫറൻസ് പറയാം. 1737 പഴശ്ശിരാജ് ജനിച്ചിട്ടില്ല, ശക്തൻ നമ്പുരാൻ ജനിച്ചിട്ടില്ല, മാർത്താണ്ഡവർമ്മ ഭരിക്കുന്ന കാലം. അതായത് നാം ഈ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞതാണിത്. ഒരു റെഫറൻസ് കൂടി ഞാൻ പറയാം. ഈ സെയിം വാച്ച് കമ്പനീനെ പറ്റിയാണ് നമ്മളുടെ മലയാള സിനിമയായ ഈ പുഴയും കടന്നില് ദിലീപ് മഞ്ജു വാര്യരോട് പറയുന്നത്. മഞ്ജു വാര്യർ കെട്ടിക്കുന്ന ഒരു വാച്ച് നോക്കിയിട്ട് പറയുന്നത് ഇത് ഫാബർ ലുബയാണ്, പഴക്കം ചെന്ന വാച്ചാണ്. ഫാബർ ലുബയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, അബ്രഹാം ഫേവറെ എന്ന് പറഞ്ഞ കക്ഷിയാണ് 1737 കമ്പനി സ്ഥാപിക്കുന്നത്. ആളുടെ നെക്സ്റ്റ് ജനറേഷനിലുള്ള ഹെൻറി അഗസ്റ്റേ ലൂബയും കൂടി ചേർന്ന് 1815 ഫാബർ ലൂബയെന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. പുതിയ കമ്പനിയിൽ ഫ്രിറ്റ്സ് ഫേവറെ എന്നൊരാൾ 1865 ഇന്ത്യയിൽ വന്നിരുന്നു. സ്വിസ് വാച്ച് കമ്പനികളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥന്മാരും അല്ലെങ്കിൽ മക്കളൊക്കെ പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടാണ് ഇത് മാർക്കറ്റ് ചെയ്തിരുന്നത്. അന്നത്തെ കാലത്ത് ഈ ഡയമണ്ട് മെർച്ചൻസ് ഒക്കെ വിവിധ കൺട്രിയിൽ പോയിട്ട് റോയൽ ഫാമിലീസിനൊക്കെ കാണുന്ന പോലെ അന്നത് വില കൂടിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇവർ തന്നെയാണ് ഇത് പല രാജ്യങ്ങളിലും കൊണ്ടുപോയി മാർക്കറ്റ്. അന്ന് പല സോഷ്യൽ മീഡിയ അങ്ങനത്തെ മാർക്കറ്റിംഗ് മീഡിയംസ് ഒന്നുമില്ലല്ലോ. അങ്ങനെ ഈ ഫ്രിറ്റ്സ് ഫേവറെ എന്ന് പറഞ്ഞ ആൾ 1865 ഇന്ത്യയിൽ വന്നിരുന്നു എന്നാണ് ചരിത്രം. അത് ആളിവിടെ വന്ന് പല ആൾക്കാരായി ടൈപ്പായി. ഇവരുടെ വാച്ചിന് പല പ്രത്യേകതകളും ഉണ്ടായിരുന്നു. ഇവർ 1962 ഇറക്കിയ ബവക് എന്ന് പറഞ്ഞ ഒരു മോഡലിന് മെക്കാനിക്കൽ ബാരോമീറ്ററും ഓൾട്ടിമീറ്ററും ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നു. ആ വാച്ച് പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അന്റാർട്ടിക്ക എക്സ്പെഡിഷനും അതേപോലെ ആപ്സ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി കയറുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നു. പല റെക്കോർഡുകളും ഉണ്ട്. ഇവർ 1968 ഇറക്കിയ ബെറ്റി എന്ന് പറഞ്ഞ ഒരു വാച്ച് ഉണ്ടായിരുന്നു. സാധാരണ അതൊരു ഡൈവ് വാച്ചായിരുന്നു. ഡൈവ് വാച്ചുകൾ സാധാരണ ഡൈവിങ് ടൈമും ആ ഡ്യൂറേഷനൊക്കെയാണ് റെക്കോർഡ് ചെയ്യുള്ളൂ. പക്ഷേ ഈ വാച്ച് നമ്മൾ എത്ര ഡെപ്തിൽ വരെ പോയിരുന്നു മെക്കാനിക്കലി റെക്കോർഡ് ചെയ്തിരുന്ന ഒരു വാച്ചാണ്. 1969 സ്ഥിതി മാറി നമ്മളുടെ സീക്കോ കൊണ്ടുവന്ന് ഒരു വലിയ ബോംബിട്ടിരുന്നു, ആസ്ട്രോൺ എന്ന് പറഞ്ഞ കോഡ്സ് വാച്ച്. അതോടുകൂടി ഈ എക്സ്പെൻസീവായ ഈ വാച്ച് എന്തിനു വാങ്ങുന്നതെന്ന് ആൾക്കാർ തോന്നി തുടങ്ങി. പല ആൾക്കാരും ഇത് ടൂൾ വാച്ചായിട്ട് ഉപയോഗിച്ചിരുന്നു. ടൂൾ വാച്ച് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ബാരോമീറ്ററും ഈ ഓൾട്ടിമീറ്ററൊക്കെ ഉള്ള വാച്ചുകൾ, അതായത് അവരുടെ പ്രൊഫഷണൽ യൂസിന് യൂസ് ചെയ്തിരുന്നു. അവർ വെച്ച് ബാക്കിയുള്ളവർക്ക് വാങ്ങൽ കുറഞ്ഞു. അപ്പോൾ 1985 ആയപ്പോഴേക്കും ഇത് വിൽക്കാനുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തി. അവസാനം ഇത് പലരും കൈമറന്ന് LVMH ഗ്രൂപ്പിൽ നിന്ന് എത്തിപ്പെട്ടു. 2007 അങ്ങനെ ഇത് LVMHന്റെ കയ്യിലെത്തിയപ്പോൾ അവർ കുറച്ച് മോഡൽസൊക്കെ പുതുക്കി മെർക്കുറി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കളക്ഷൻ വാച്ചുകളൊക്കെ ഇറക്കി നോക്കിയിരുന്നു. ശരിയായില്ല. അവസാനം 2011 അവർ ടൈറ്റന് കൈമാറുന്നു. 2016 അവർ ഇത് റീലോഞ്ച് ചെയ്തു. അവരുടെ 2 പുതിയ ബ്രാൻഡ് മോഡൽസ് ആയിട്ട് റൈഡർ ആൻഡ് ചീഫ് കളക്ഷൻ. അതിലത്തെ റൈഡർ ഹാർപ്പൂൺ എന്ന് പറഞ്ഞതാണ് അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലായിരുന്നത്. 2017 റൈഡറിൽ ബവക് 9000 എന്ന് പറഞ്ഞ വാച്ച് വീണ്ടും ഇറക്കി. അതിലത്തെ ഓൾട്ടിമീറ്റർ 9000 മീറ്റർ മെക്കാനിക്കലി മെഷർ ചെയ്യും. അതവർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലത്തെ ഒരു മൗണ്ടനർ ആയ സത്യരൂപ് സിദ്ധാന്തമായിട്ട് ചേർന്നിട്ട് ഇവർ 7 സമ്മിറ്റ്സും വോൾക്കാനിക് 7 സമ്മിറ്റ്സും പോകാൻ വേണ്ടി സ്പോൺസർ ചെയ്തു. ആഡ്രിയൻ വെല്ലിംഗർ എന്ന് പറഞ്ഞ ഒരു മൗണ്ടനിയറായിട്ട് ടൈപ്പ് ചെയ്ത് മൗണ്ട് എവറസ്റ്റിൽ ഇത് യൂസ് ചെയ്തു. അങ്ങനെ ഈ റൈഡർ ബവക് അവിടെ ഈ എവറസ്റ്റിൻ്റെ ഉയരം ഈ വാച്ച് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിരുന്നു. ഈ വാച്ചാണ് ഇന്ത്യക്കാരൻ്റെ സ്വിസ് മെയ്ഡ് വാച്ച്. ദാറ്റ് മീൻസ് സ്വിസ് കമ്പനി. ഇത് കൂടാണ്ട് ഓൾറെഡി ടാറ്റയ്ക്ക് ഒരു സ്വിസ് ബ്രാൻഡ് ഉണ്ട്. അതായത് അത് മെക്കാനിക്കൽ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അതിപ്പോൾ നിങ്ങൾ ടൈറ്റൻ്റെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാം ആ ഒരു മോഡൽ.
പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇറക്കിയിരുന്നു, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വില കൂടിയ മെക്കാനിക്കൽ വാച്ച്. അതിൽ ഒരു സ്ലിമ്മസ്റ്റ് വാച്ച് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടൈറ്റൻ. അപ്പോൾ അതിൽ ഉപയോഗിച്ചേക്കുന്ന സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ആ മെക്കാനിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കാൻ ടാറ്റേനെ സഹായിച്ചതിൻ്റെ രഹസ്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ വാച്ച് എഡ്ജ് മെക്കാനിക്കൽ എന്നാണ് പേര്. അത് ഇതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ഇടാം, അത് നിങ്ങൾ കാണും. അതിന് മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ടൈറ്റൻ വേറെ പല മെക്കാനിക്കൽ വാച്ചുകൾ ഇറക്കുന്നുണ്ടെങ്കിലും അതൊക്കെ സിറ്റിസൻ്റെ മിയോട്ട എന്ന് പറഞ്ഞ മൂവ്മെൻറ്റ് ഉപയോഗിച്ചുള്ളതാണ്, ഈ ബോഷ് മൂവ്മെൻറ്റ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതൊരു പുതിയ വിവരമാണെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ പുതിയ പുതിയ ഇതേപോലെ വീഡിയോകൾ ഉണ്ടാക്കാൻ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.